മലങ്കര സഭയുടെ നവീകരണം സാധ്യമാകണമെങ്കിൽ സന്യാസപൂർവമായ ഒരു ക്രൈസ്തവ ജീവിതം തുടർ നയിക്കണമെന്ന് കർദിനാൾ ബസേലിയോസ് കത്തോലിക്ക ബാവ. ബഥനി സന്യാസിനി സമൂഹ ശതാബ്ദി ആഘോഷം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സഭയുടെ ആത്മാവിനെ തൊട്ടുനിർത്തുന്ന ദൈവിക ആത്മീയ ഉണർവായി ഈ സമൂഹങ്ങളുടെ സ്ഥാപനമായ ബഥനി ആശ്രമവും ബഥനി മഠവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഉൾക്കാഴ്ച ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ സാക്ഷ്യമായി സഭയുടെ സ്ഥാപകൻ മാർ ഇവാനിയോസിന് കഴിഞ്ഞതായും കർദിനാൾ പറഞ്ഞു. ഒരു ക്രൈസ്തവ ജീവിതം ഇവിടെ നയിക്കുന്നു. 1912 കാതോലിക്കേറ്റ് സിംഹാസന സ്ഥാപനം മുതൽ 1953 ജൂലൈ മാസം 15-ാം തീയതി വരെയുള്ള കാലയളവിൽ പിതാവ് പ്രകടമാക്കിയത് സന്യാസ ജീവിതത്തിന്റെ വിവിധ ഭാവവും രൂപവും സമർപ്പണവുമാണ്. വളരെ മനോഹരമായി സന്യാസത്തെ പ്രതിപാദിക്കുന്ന അന്യപിതാവിന്റെ പ്രഭാഷണങ്ങളും വിചിന്തനങ്ങളും ഒരു സഭയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വലിയ ആത്മീയ ഉണർവായി ഈ സമൂഹങ്ങളുടെ സ്ഥാപനം ബഥനി ആശ്രമവും ബഥനി മഠവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഉൾക്കാഴ്ച അത് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ക്രൈസ്തവ സാക്ഷ്യമായി പിതാവ് ഈ സ്ഥാപനത്തിലൂടെ മാറ്റുകയാണ്. സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിൽ സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തണമെന്ന് കരുതിയതുകൊണ്ട് സ്ത്രീകൾ ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള അവസരങ്ങൾ പിതാവ് തെരഞ്ഞെടുത്ത് അതിലേക്ക് പരിശീലനം നൽകി അവരെ പ്രാപ്തരാക്കി. അതിലൂടെ ഈ പൊതുസമൂഹത്തിന് പിതാവ് കൊടുത്ത ഒരു വലിയ കരുത്ത് സന്യാസ ജീവിതവും സമൂഹ ജീവിതവുമെല്ലാം അറിവ്, അനുഭവം, സാക്ഷ്യം ആ നിലകളിൽ സമ്മിശ്രമായിരിക്കുന്ന ഒരു ജീവിത ബന്ധമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവ സമ്പാദനം, ഈ മണ്ണിന് പരിചിതമായ നിന്റെ ഉള്ളിലെ ദൈവം എന്ന പുരാതനമായ പദപ്രയോഗം പൂവിലും പുല്ലിലും തൂണിലും തുരുമ്പിലും സർവേശ്വരന്റെ സാന്നിധ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു സനാതന ധർമ്മത്തിന്റെ പൂർണ്ണമായ ഒരു സന്നിവേശം ദൈവ സമ്പാദനം. Without him you cannot move. He is around you, he is in front of you, he is moving with you, and he is living in your own life. Have him abundantly. സമൃദ്ധമായി ആ ബന്ധം നീ നിലനിർത്തുക. ദൈവം ബഥനിയിലൂടെ മലങ്കര സുറിയാനി സഭയ്ക്ക് നൽകിയ ഈ അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മദർ ജനറലിന്റെ നേതൃത്വത്തിൽ സന്യാസിനി സമൂഹ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ആദ്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുനലൂർ ബിഷപ്പ് റവറന്റ് സെൽവിസ്റ്റൻ പൊന്നുമുത്തൻ, ആന്റോ ആന്റണി MP, മുൻ DGP ജേക്കബ് പുന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, തിരുവല്ല.